ഏഷ്യാഡിന് ശേഷം ആനകൾക്കൊരു സുഖചികിത്സയെന്ന ഉത്തമ ബോധ്യത്തോടെ കർക്കിടക മാസത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ച ആനയൂട്ട്, അതിൻ്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ആനയൂട്ട് വ്യാപകമായത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ശ്രീ ബാലഭദ്ര യുവജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ 6 ആനകളെ പങ്കെടുപ്പിച്ച് നടന്ന തണ്ണീർക്കര ആനയൂട്ടിലെ പ്രശസ്തമായ ഭാഗങ്ങളാണ്. പങ്കെടുക്കാനെത്തിയ ആനകളിൽ വമ്പൻ പുതുപ്പള്ളി കേശവനാണെങ്കിലും ഇന്നത്തെ ആനയൂട്ടിലെ താരം താനാണെന്ന തലക്കനത്തോടെയാണ് തണ്ണീർക്കര മണികണ്ഠൻ്റെ വരവ്. കേശവനെ ഇന്നീ കാണുന്ന കേശവനാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ചട്ടക്കാരനാണ് മനോജേട്ടൻ. കേശവനെ ലോറിയിൽ നിന്നും ഇറക്കിയ ശേഷം അവസാനത്തെ മിനുക്കുപണിയിലാണ് 2ാം പാപ്പാൻ അനീഷ്. മണികണ്ഠൻ്റെ ഈ ഒരു വാഹനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലത്തിൻ്റെ മറ്റൊരു യുവരാജൻ ഇളമ്പള്ളൂർ കൊച്ചുഗണേശൻ. ഈയിടെ തന്നെ അഴിച്ച പാപ്പാൻ കണ്ണൻ്റെ കയ്യും പിടിച്ചാണ് ഗണേശൻ ആനയൂട്ടിനെത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സീസണിലെ അവസാന പരിപാടിക്കെത്തിയ കേശവൻ്റെയും സാരഥിമാരുടെയും പിന്നാലെ കടന്നു വരുന്നത് ശാന്തതയുടെ പര്യായമെന്ന് വിളിക്കാവുന്ന ഗജവീരൻ ഉണ്ണിമങ്ങാട് ഗണപതിയാണ്. ഊട്ടിലെത്തിയ ഗജവീരന്മാരെ തെല്ലും കൂസാതെയാണ് മഹിളാരത്നങ്ങളായ ഇളമണ്ണൂർ വാസന്തിയുടെയും ഉണ്ണിമങ്ങാട് ലക്ഷ്മിയുടെയും വരവ്.
മണപ്പള്ളി അഴകിയക്കാവ് ക്ഷേത്രത്തിൽ നിന്നുമാണ് സ്വീകരണത്തിനുള്ള തുടക്കം കുറിച്ചത്. ഗജവീരന്മാർ അഴകിയക്കാവ് തമ്പുരാട്ടിയെ വലം വെച്ച് വണങ്ങി ഇറങ്ങി വന്നണി നിരന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നീട് നിരനിരയായി തണ്ണീർക്കര ക്ഷേത്രം ലക്ഷ്യം വെച്ചുള്ള നടത്തം. എന്തുകൊണ്ടാണ് കേശവനെ ഗജഭീമൻ എന്ന് വിളിക്കുന്നതെന്ന് ഈ കാഴ്ചയിലൊക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കും. ആനയൂട്ടിന് ആവേശം നിറയ്ക്കാൻ ശൈലേഷ് വൈക്കത്തിൻ്റെ അനൗൺസ്മെന്റ് വെച്ചതോടുകൂടി സംഗതി ഒന്നുകൂടി ഉഷാറായി. കലിയുഗ യുവതുർഗി ദേശിംഗനാടിന്റെ ദേവരായി ഓണാട്ടുകരയുടെ ആനച്ചന്തമൊന്നായി ആവാഹിച്ച് കുംഭീകുലത്തിന്റെ വമ്പിനൊത്തുയർത്തുന്ന തുമ്പിയിൽ ആരാധകരെ അമ്പരപ്പിച്ച് നിലയുറപ്പിക്കുന്ന വമ്പൻ ബാലഭദ്രപ്രിയ കുംഭീകുലോത്തമൻ തണ്ണീർക്കര മണികണ്ഠൻ കളം നിറയും. മനസ്സുകൾ കാണാൻ കൊതിക്കുന്ന മഹിമകളെല്ലാം പേര് മലയാള മണ്ണിൽ വാഴുന്ന വേറിട്ട വിസ്മയമാണിവൾ. ഏതു കണ്ണിലും വിരുന്നാകുന്ന അഴകിന്റെ സൗന്ദര്യം തന്റെ മേനയിൽ കുടിയിരുത്തിയ ധീരപുത്രിയാണിവൾ. സൗന്ദര്യം കൊണ്ടുതന്നെ ആരാധകർക്ക് ആവേശത്തിന്റെ മഹിമ കാണിച്ചു കൊടുത്ത തറവാടിത്തമുള്ള പിടിയാന. ഇതാ പറഞ്ഞാൽ തീരാത്ത സൗന്ദര്യവും മഹിമകളും തന്റെ പെരുമയ്ക്ക് അലങ്കാരമാക്കി കടന്നു വരികയാണവൾ. മഹിമയുടെ തിലകമായ സൗന്ദര്യ സ്വരൂപം, മാറ്റങ്ങളില്ലാത്ത പെരുമകളുടെ നേർരൂപം, കൊല്ലം മണ്ണിലെ മറ്റൊരു സുന്ദരി പിടിയാന ഗജറാണി ഇളമണ്ണൂർ വാസന്തി. അതിനെ കൊള്ളകം കൊള്ളിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഇതാ ഇനി ഇവിടേക്ക് കടന്നു വരികയാണ് പിടിയാന പിറവികളിലെ മറ്റൊരു മിന്നും താരം. മികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റുരയ്ക്കുന്ന വേദിയിൽ തന്റെ അഴകുകൊണ്ടടക്കി ഭരിക്കുന്ന താരം. ഉണ്ണിമങ്ങാടിന്റെ മണ്ണിലെ എന്തിനും പോന്ന തമ്പുരാട്ടി ഗജസുന്ദരി ഉണ്ണിമങ്ങാടു ലക്ഷ്മി. കൊമ്പന്മാർ എന്നും നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഉണ്ണിമങ്ങാട്ടെ പെൺതരി. സൗന്ദര്യത്തിന്റെ തീഷ്ണതയിൽ പെരുമകൾ വാരി വാരിച്ചൂടി ആഘോഷങ്ങൾ അലങ്കാരമാക്കുന്ന വശ്യസുന്ദരി. അഴക് മുഖമുദ്രയാകുന്ന വേദികളിൽ അഴകുകൊണ്ടും അളവിനാൽ എണ്ണപ്പെട്ട മണ്ണിൽ അതിനൊത്ത പേരാണി ഉണ്ണിമങ്ങാടു ലക്ഷ്മി. ആരാധകരെ തന്നോട് ചേർത്ത് ദക്ഷിണ മലയാള ഭൂമിയിൽ വാഴുന്ന ഗജപ്രമാണി ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമങ്ങാടു ഗണപതി. എണ്ണം പറഞ്ഞതും എണ്ണമറ്റതുമായ ഗജതാരകങ്ങളെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പുത്തൻകുളം പാതയിലെ മിന്നും താരം. തികഞ്ഞ ശാന്തത കൊണ്ടും
പുതിയ കാല വസന്തങ്ങൾക്കൊപ്പം പെരുമയുള്ള യുവത്വവുമായി ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്ന ഗണപതി ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമങ്ങാട് ഗണപതി. ഉത്തമ സൗന്ദര്യങ്ങളെ എന്നും ആത്മഹർഷമോടെ സ്വീകരിച്ച മലയാളക്കരയിലേക്ക് പുത്തൻകുളം നാട് സംഭാവന ചെയ്ത ശാന്ത സ്വരൂപനിത ദക്ഷിണ മലയാളത്തിന്റെ അഭിമാന താരങ്ങളിൽ ഒരുവനായ ഉണ്ണിമങ്ങാട് ഗണപതിക്കും സാരഥിമാർക്കും തണ്ണീർക്കരയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കാലത്തിന്റെ ആഘോഷത്തിന് മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഇനി കടന്നു വരികയാണ് കൊല്ലം നാടിന്റെ മാതംഗ യൗവനം. മഹിമകൾ നിറഞ്ഞ മലയാളക്കരയിലേക്ക് മറുനാട് കടന്നെത്തിയ യുവ ശ്രീമാൻ യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചു ഗണേശൻ. അതെ, ചിരപ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും മലയാളക്കരയ്ക്ക് ലഭിച്ച വരദാനം. കാവലായി വാഴുന്ന സത്യചൈതന്യ സ്വരൂപിണിയുടെ നാമധേയം ഇഹലോകത്തിട്ടി മുഴക്കമായി തീർക്കുവാൻ പോന്ന ആൺകൂട്ടി. തന്റെ നല്ല കാലത്തിന് നേരം കുറിച്ച തമ്പുരാട്ടിയെ വണങ്ങി വടക്കുംനാഥന്റെ മണ്ണിലേക്ക് ജൈത്രയാത്ര നടത്തിയവൻ. പൂർണ്ണ ത്രയീശന്റെയും തൃപ്രയാർ തേവരുടെയും തിരുവമ്പാടി കണ്ണന്റെയും ശീവേലിയെടുത്ത് മികച്ച പൂരക്കാലത്തേക്ക് കടന്നു വരികയാണവൻ. വേദികളുടെ ആവേശമാകാൻ വീരസ്യത്തോടെ കടന്നെത്തുന്ന യുവരാജകുമാരൻ ഇതാ യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചു ഗണേശൻ. അതെ, ശ്രീ ബാലഭദ്ര യുവജന സമിതി അമ്മയുടെ മണ്ണിൽ ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ വന്നു നിൽക്കുകയായി ആന കേരളത്തിന്റെ ഇളമ്പള്ളൂരാൻ. കൊല്ലം നാടിന്റെ നിറ യൗവനമായ കൊച്ചു ഗണേശനും കൂട്ടർക്കും തണ്ണീർക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ആവേശങ്ങളെ നെഞ്ചേറ്റുന്ന ജനത വാഴുന്ന തണ്ണീർക്കരയുടെ മണ്ണിലിതാ ഇനി ഒരുങ്ങുന്നു ഭീമാവതാരം. അതെ, ആരെല്ലാം വന്നാലും ആവേശം കൊണ്ട് നായകത്വം വഹിക്കുവാൻ താൻ തന്നെ എന്ന് തെളിയിച്ച ഭീമന്റെ രംഗപ്രവേശം വരികയാണ് കൂട്ടരെ. അലങ്കാരങ്ങൾക്കപ്പുറം കരുത്തുറ്റ ചരിത്രത്തിന് നേരവകാശിയായ ഭീമൻ, ഒരേ ഒരു ഭീമൻ, ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. അതെ, തണ്ണീർക്കര തമ്പുരാട്ടിയുടെ മണ്ണിലെ ആനയൂട്ട് ആഘോഷത്തിന്റെ പൊൻചാരുത നിറച്ചവതരിക്കുകയാണവൻ. അങ്ങകലെയുള്ള ഗജമാണിക്യങ്ങളെ ആന കേരളത്തിനായി തേടിയിറങ്ങിയ പാപ്പാലപ്പറം ബച്ചായന് കാലം കൊടുത്ത കരുത്തുറ്റ വാഗ്ദാനം. ഒന്നാമന്മാരുടെ മുൻനിരയിലേക്ക് ആകാര പെരുമയുടെ വജ്രായുധവുമേന്തി അവതാരം കൊണ്ടവൻ. തഴയാൻ നോക്കിയവർക്ക് തർക്കമില്ലാത്ത മറുപടി കൊടുത്ത് ഉത്സവ കേരളം അടക്കി ഭരിക്കുന്നവൻ. അതെ, വരികയാണ് മക്കളെ കേശവൻ. വലതുകാൽ വച്ചു വന്നിറങ്ങിയ മണ്ണിലെല്ലാം പുതിയ കാലത്തിന്റെ ആവേശം പകർന്ന കേശവൻ. അരുവായി പൂരത്തിനും ആഘോഷത്തിന്റെ പെരുന്നാളിനും പോയി കുന്നംകുളം അടക്കി ഭരിക്കുന്ന കേശവൻ. അകതാരിൽ പോരാട്ട വീര്യവും അടിമുടി ആണത്വവും ചൂടി ആന കേരളം ഭരിക്കുന്ന കേശവൻ. അടരാടാൻ മടിയില്ലാതെ ആനയടിയിൽ വന്നപ്പോൾ ആവേശം കടലാക്കിയ കേശവൻ. ഒതുക്കാൻ നോക്കിയവരോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞ് ഒരിക്കലും സന്ധി ചെയ്യാത്ത പോരാട്ടത്തിന് ഇറങ്ങുന്ന കേശവൻ. അതെ, ഇവൻ ഇത്തിത്താനം ഇളംകാവിൽ ഇത്ര കാലം അത്രയും തിളങ്ങി നിന്നവൻ. ചെറായുടെ ചെറുമണൽ തരികളിൽ എതിരില്ലാത്ത വിജയഗാഥ രചിച്ചവൻ. അംഗദേശത്തിന്റെ തിടമ്പാനയായും അംഗക്കളരികളിൽ വജ്രായുധമേന്തിയ പോരാളിയായും അവതരിച്ച നായകൻ. സൂര്യവംശാധിപതി വരാംഗ വിശ്വപ്രജാപതി ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. പുതുപ്പള്ളി കേശവന്റെ മാസ് എൻട്രിക്ക് ശേഷം മേമ്പൊടിക്കുന്ന വണ്ണം നിലവും കൂടിയായപ്പോൾ അവൻ്റെ ആരാധകരും ആവേശത്തിലായി. ഇത്രയധികം തലക്കനമുള്ള ഒരു ആനയാണ് തലപ്പൊക്കത്തിൽ പല വമ്പന്മാരെയും പരാജയപ്പെടുത്തിയത് എന്ന ഒരാശ്ചര്യവും നിലനിൽക്കുന്നു. ആരാധക ഹൃദയങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന നേരത്ത് ഇനി ഇതാ ആന കേരള
രാജ്യത്തിന്റെ യുവരാജാവ് വരികയായി. അതെ, ഹൃദയം കവരുന്ന അഴകും ഹൃദ്യമായ സൗന്ദര്യവും കൊണ്ട് നാളെയുടെ നാളുകളിൽ ആവേശം നിറയ്ക്കേണ്ടുന്നവൻ, വെഞ്ചാമരം വീശി എതിരേൽക്കാൻ കാത്തിരിക്കുന്ന ജനതയുടെ നിലയ്ക്കാത്ത ആവേശം, യുവരാജ കുംഭി കുലോത്തമൻ തണ്ണീർക്കര മണികണ്ഠൻ വരികയാണ്. ശ്രീ ബാലഭദ്ര യുവജന സമിതി ഒരുക്കുന്ന ആനയൂട്ടിലേക്ക് അമ്മയ്ക്ക് മകനാകാൻ നിയോഗം കിട്ടിയ ആനയഴകൻ, അഴകിന്റെ തിരുപ്പിറവികൾ നെഞ്ചും വിരിച്ചു വാഴുന്ന തെക്കൻ മലയാളത്തിന്റെ ചന്തവും ചങ്കൂറ്റവും നിറഞ്ഞൊരാൺകുട്ടി, മാറ്റങ്ങളുടെ ധരണിയിൽ മാറ്റൊലിയായി ഉയർന്ന മഹിമകൾ കീഴടക്കിയ തമ്പുരാൻ, മാറ്റുകുറയാതെ കാക്കുന്ന കാലത്തോട് വിജയങ്ങൾ കൊണ്ട് ആദരമർപ്പിച്ച ചന്തമുള്ള കൊമ്പൻ, ചെന്നു ചേരുന്ന മണ്ണിൽ തനിക്കൊത്ത പ്രൗഢിയും തന്റെ ഇടത്തിന്റെ വെന്നിക്കൊടിയും പാറിച്ചു ശീലമുള്ളവൻ. അതെ, തണ്ണീർക്കര ആനയൂട്ടിൽ നിറഞ്ഞു നിൽക്കുവാൻ അമ്മയ്ക്ക് മുമ്പിലേക്ക് വരികയാണ് യുവരാജാവ്. തണ്ണീർക്കര വാഴുന്ന തമ്പുരാട്ടിക്ക് മകനായവൻ, യുവരാജ കുംഭി കുലോത്തമൻ തണ്ണീർക്കര മണികണ്ഠൻ. വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ പിറന്ന് തെക്കൻ കേരളത്തിലേക്ക് ചുവടുകൾ ഉറപ്പിച്ച ഗജരാജ കുമാരനിത, ഓണാട്ടുകരയുടെ ആനത്തേവരായി ദേശിംഗ നാടിന്റെ ആനച്ചന്തത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് തണ്ണീർക്കര തമ്പുരാട്ടിയുടെ ഉണ്ണിക്കണ്ണനായി, നാടിന്റെ പൊന്നോമനയായി, കരിവീരന്മാർക്ക് കൺപടുന്ന അഴകളവുകളുടെ ആ രൂപമായി, കൊമ്പിന്റെ പമ്പിനാൽ കുംഭി കുലത്തെ വിറപ്പിച്ചു വിളയുന്ന കരിവീരൻ, യുവരാജ കുംഭി കുലോത്തമൻ തണ്ണീർക്കര മണികണ്ഠൻ. ഈ മണ്ണിനെ പുളകം കൊള്ളിച്ച് തണ്ണീർക്കര ആനയൊട്ടൊരുങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ആരവം നിറയ്ക്കുവാൻ മണികണ്ഠന് സ്വാഗതം. തണ്ണീർക്കര മണികണ്ഠനും സാരഥിമാർക്കും സ്വാഗതം, സുസ്വാഗതം. ആനയൂട്ടിലെ താരം തണ്ണീർക്കരക്കാരുടെ സ്വന്തം മണികണ്ഠൻ വന്നതോടുകൂടി ഗജപൂജയും ആരംഭിച്ചു. ഗജപൂജയ്ക്ക് നിൽക്കുമ്പോഴും മണികണ്ഠന്റെ ശ്രദ്ധ മുമ്പിൽ വെച്ചിരിക്കുന്ന ചോറുരുളകളിലാണ്. ഭക്ഷണപ്രിയനായ മണികണ്ഠന് ആദ്യ ഉരുളകൾ നൽകിയാണ് ആനയൂട്ട് ആരംഭിച്ചത്. തുടർന്ന് മണികണ്ഠൻ ഗജനിരയിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി ആനയൂട്ടിനായി ജനങ്ങളും ഒത്തുചേർന്നു.